അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ കളിയാക്കിക്കൊണ്ട് ബി ജെ പിയും അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം സോനം വാങ്ചുങ് അതുപോലെ സി ജെ പിയുടെ പ്രതിഷേധവും അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രില്യൻ ഐഡിയയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു വ്യക്തി. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. तो ये जो बवाल चल रहा है, मिस्टर सोनम वांगचुक हंगर स्ट्राइक पे बैठे हैं, डिमांड कर रहे हैं कि एजुकेशन मिनिस्टर आकर बात करें, इस्तीफा दें। तो मेरे पास एक कमाल का आइडिया है एजुकेशन मिनिस्टर के लिए कि आप ये फॉलो करेंगे तो आपको इस्तीफा भी नहीं देना पड़ेगा एंड यू विल कम आउट एज अ विनर। बहुत सिंपल आइडिया है। आप मिस्टर सोनम वांगचुक को आप एक टेस्ट के लिए चैलेंज कर दो कि हम दोनों लोग एक टेस्ट देंगे 10 नंबर का, 10 क्वेश्चन होंगे, उसमें जीके के क्वेश्चन होंगे और अगर एजुकेशन मिनिस्टर के ज़्यादा नंबर आए तो सोनम वांगचुक को एक पराठा खाना पड़ेगा और अगर सोनम वांगचुक के ज़्यादा नंबर आए तो एजुकेशन मिनिस्टर रिजाइन कर देंगे। सिंपल सा टेस्ट होगा 10 नंबर का। जनरल जीके के आजकल का जो कॉमन आजकल की जो बातें चल रही है उसमें से सवाल होंगे कि जैसे कि मतलब ये अयोध्या में जो मंदिर में चोरी हुई है उसमें एग्जैक्ट कितने रुपए की चोरी हुई है, इस तरह के जनरल जीके के सिंपल सवाल। तो Sonam Wangchuk will be very confident because he is obviously way more educated and has a way better educational background. So he will be like हाँ ये तो मैं जीत ही जाऊंगा और वो पेपर सेट हो और काफ़ी इंडिपेंडेंटली सेट हो और वो फिर एयरफोर्स हमारी जो इंडियन एयरफोर्स है वो आके वो पेपर डिलीवर करे एंड समहाउ इवेंचुअली हमारे एजुकेशन मिनिस्टर फिर भी वो पेपर में ज़्यादा नंबर ले आए क्योंकि है उनके पास एक तरीका, तो वो तरीका अपनाएं और वो ज़्यादा नंबर ले आएं और फिर इवेंचुअली मिस्टर सोनम वांगचुक को पराठा खाना पड़ेगा एंड उनको एजुकेशन मिनिस्टर को रिज़ाइन नहीं करना पड़ेगा एंड देन वी ऑल कैन जस्ट गो बैक होम एंड कंटिन्यू विद आवर लाइव्स, है ना। बहुत नहीं तो फंस गए हम लोग इसमें। കേട്ടില്ലേ, ഏറ്റവും ബെസ്റ്റ് ഒരു ഐഡിയ ആണ് ഇത്. ഇത് മനസ്സിലാവാത്തവർക്ക് ചുരുക്കി പറഞ്ഞു തരാം. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് ആണ് സി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി. അതുപോലെ സോനം വാങ്ചുങ് ഹങ്കർ സ്ട്രൈക്ക് നിരാഹാരം ഇരുന്നിട്ട് ഇന്ന് 19ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ, അതായത് ഹങ്കർ സ്ട്രൈക്കിനെ കുറിച്ചും അതുപോലെ അവരുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോനം വാങ്ചുങ് എന്ത് ചെയ്യുന്നത്, ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഇവർ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബ്രില്യൻ ഐഡിയ ഉണ്ട്. ആ ഐഡിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ത് ചെയ്യണം, സോനം വാങ്ചുങ്ങിന് എന്ത് ചെയ്യണം, ചലഞ്ച് ചെയ്യണം. എന്തിന്? ഒരു 10 ചോദ്യം. ആ 10 ചോദ്യം ജി കെ ക്വസ്റ്റ്യൻസ് ആണ്, ജനറൽ നോളജ്. അത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സിനെ, അതായത് കറണ്ട് നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സോനം വാങ്ചുങ്ങിനെ നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചലഞ്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സോനം വാങ്ചുങ് എന്ത് ചെയ്യണം, അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു നിരാഹാരം അവസാനിപ്പിക്കണം. എന്നാൽ അതേസമയം സോനം വാങ്ചുങ് കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ ചെയ്യണം എന്നൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം. അതും അതിനുശേഷം ഒരു കളിയാക്കുന്ന രീതിയിൽ ചോദ്യം പറഞ്ഞിട്ടുള്ളത്, ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതായത് ജി കെ ക്വസ്റ്റ്യൻസിൽ സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അതായത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അയോധ്യ രാമക്ഷേത്രത്തിൽ എത്ര രൂപയാണ് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് അവിടുന്ന് മോഷണം പോയിട്ടുള്ള എന്ന് ഉള്ള ചോദ്യം, അതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല ഒരു ട്വിസ്റ്റും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സർക്കാസ്റ്റിക്, അതായത് ഒരു കളിയാക്കുന്ന രീതിയിൽ ഒരു സംസാരം പറഞ്ഞിട്ടുള്ളത്, സോനം വാങ്ചുങ് എന്ത് ചെയ്യും, ഉറപ്പായും ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. കാരണം അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ട് എന്ത് ഇത് ജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതേസമയം നമ്മളെ സ്പീക്കർ, അതായത് ഈ വ്യക്തി പറയുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ത് ചെയ്യും, റിസൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് വഴിയും സ്വീകരിക്കും ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണ് ഈ വ്യക്തി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പോകാം, അതിനുശേഷം അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കാം എന്നാണ് ഈ വ്യക്തി പറഞ്ഞു തീർക്കുന്നത്. നമ്മളിവിടെ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏത് വഴിയും എന്ന് പറയുന്നത് നമ്മളിവിടെ 2 പേരെ എടുക്കാം. ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ഇപ്പുറം ധർമ്മേന്ദ്ര പ്രധാൻ. ഇവിടെ നരേന്ദ്രമോദിജി ഈ സോനം വാങ്ചുമായിട്ട് ഒരു ചലഞ്ച് നിന്ന് കഴിഞ്ഞാൽ ജയിക്കും, ഉറപ്പായും ജയിക്കും. അവിടെ ടെലിപ്രോംപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്തായാലും ജയിക്കും. ഇനി ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരും ജയിക്കും. പേപ്പർ ലീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ധർമ്മേന്ദ്ര പ്രധാനിന് ജയിക്കാം. അത് തന്നെയായിരിക്കും ഈ വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. അതായത്
ഏത് വഴിയും സ്വീകരിക്കും ജയിക്കാൻ വേണ്ടി. പേപ്പർ ലീക്ക് ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വിജയിക്കാമല്ലോ. അപ്പോൾ അതായിരിക്കും. ഇനി ഇത് കേട്ടിട്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പോൾ നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എവിടെയാണ് ഉള്ളത്? ഈ വീഡിയോ ആണ്. गोवर्धन पीठ की गोवर्धन नाथ की वर्धन हरीश्वर भगवान की चंद्रमौलीश्वर भगवान की भगवती विमलांबा देवी की तीर्थराज महोदधि भगवान की श्री नीलाचल धाम की श्री पुरुषोत्तम क्षेत्र की. കണ്ടില്ലേ? ഭയന്നിട്ടാണോ ഇനി ചലഞ്ച് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ശരി, നടക്കട്ടെ. നമുക്കറിയാം, ഇന്നേക്ക് 19ാമത്തെ ദിവസമാണ് സോനം വാങ്ചുക് ഹങ്കർ സ്ട്രൈക്ക് ഇരുന്നിട്ട്. ഇന്നേ വരെ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല. അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എത്ര നല്ല ഗവൺമെന്റ് ആണ് നമ്മളുടേത് അല്ലെ? ഇതിന്റെ ഇടയിൽ ഞാനൊരു പോസ്റ്റ് കാണുകയുണ്ടായി. ഇതാണ് ആ പോസ്റ്റ്. ഇതുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ? മുഗൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? താജ്മഹൽ തന്നിട്ടുണ്ട്, കുത്തബ് മിനാർ തന്നിട്ടുണ്ട്, ലാൽ കില എക്സെട്ര ഇതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്രിട്ടീഷേഴ്സ് നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അവർ റെയിൽവേ തന്നിട്ടുണ്ട്, സിവിൽ സർവീസ് തന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി കോൺഗ്രസ് നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്കാംസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഇസ്രോ, IIT, IIMs, ഡാംസ് ഇതൊക്കെ അവരും തന്നിട്ടുണ്ട്. ഇനി BJPയുടെ കാര്യം നോക്കിയാൽ അവരും നമ്മളെ ലൂട്ട് ചെയ്തിട്ടുണ്ട്. ലൂട്ട് ചെയ്തിട്ടെന്നായിരിക്കും പറയാൻ പറ്റുമോ? പറ്റില്ല. ലൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് തന്നോ? കുഴികൾ, അതുപോലെ എത്തനോൾ, ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്ട്സ്, ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുപോലെ പേപ്പർ ലീക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതേസമയം ഇവർ ഡെവലപ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇവർ ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇവരുടെ ഒരു പോളിസി, മേജർ പോളിസി എന്ന് പറയുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഇവരുടെ മെയിൻ പോളിസി. അത് മാത്രമല്ല, മറ്റു ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ കൂടുതലും ഇവരുടെ ഡെവലപ്മെന്റിന്റെ സമയത്ത് വലിയ തരത്തിലുള്ള കറപ്ഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ ഈ കറപ്ഷൻസ് ഒന്നും പിടിക്കപ്പെടുന്നില്ല. കാരണം ആ ലെവലിലാണ് ഇവർ കറപ്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല പോളിസിന്റെയും പല സ്കീമിന്റെയും പേരിൽ ഒരുപാട് സ്കാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ CAG ഓരോ സ്കാമായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ മഹാരാഷ്ട്രയിൽ ഒരു വലിയൊരു സ്കാം ഇപ്പം CAG എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാംസ്, അത് മാത്രമല്ല നമ്മളുടെ ജനാധിപത്യം, നമ്മളുടെ ഡെമോക്രസിയെ തകർക്കുന്ന വലിയ ഒരു പരിപാടിയാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് പല പാർട്ടിയിലുമുള്ള MLA-മാരെയും MP-മാരെയും NDA-യിലേക്ക്, BJP NDA-യിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ പണം കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നിയമം വരണം. ഇവിടെ ഒരു നിയമമുണ്ട്, ആന്റി ഡിഫെക്ഷൻ ലോ. ആ നിയമം മാറ്റണം, ഭേദഗതി വരുത്തണം. അത് ഭേദഗതി വരുത്തിയിട്ട് ആരാണോ ഒരു പാർട്ടി ടിക്കറ്റിൽ നിന്ന് വിജയിച്ച് MLA അല്ലെങ്കിൽ MP ആയി പിന്നീട് കാലു മാറുന്ന, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നവർ, ആ പോകുന്ന സമയം തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്ഥാനം, അത് MLA ആവട്ടെ MP ആവട്ടെ, ആ സ്ഥാനം അങ്ങ് റദ്ദാവണം. അങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ജനാധിപത്യം തിരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.